ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ഞങ്ങൾ വാഗമൺ എത്തിയിട്ടോ. വാഗമൺ മൊട്ടക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഏലപ്പാറയിൽ നിന്നും വാഗമൺ വരെയുള്ള യാത്രയിൽ പകർത്തിയ അതിമനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായും ആ വീഡിയോ പോയി കാണണേ. ഇപ്പോൾ നമ്മൾ മൊട്ടക്കുന്ന് ഭാഗത്താണ് എത്തിയത്. അപ്പോൾ ഇവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒത്തിരി കടകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു കാപ്പി കുടിക്കാമെന്നോർത്ത് കടയിൽ കയറിയതാണ്. ആ സമയമായപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ. പിന്നെ ഒരു കാപ്പിയും കുടിച്ചു. ഒരു പ്ലേറ്റ് മോമോസും കൂടി പറഞ്ഞു. 5 പീസായിരുന്നു ഉണ്ടായിരുന്നത്. 100 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാട്ടോ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മൊട്ടക്കുന്നിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അന്നേരത്തേക്കും എന്തോ ഭാഗ്യം കൊണ്ട് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുമായിരുന്നു. നിറയെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. മഴയാണേലും നിറയെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാപ്പി കുടിച്ച കടയിലെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ വലിയ മഴയില്ലായിരുന്നു എന്നാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നിൻ്റെ പാസ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. മഴ ചെറുതായിട്ട് മാറിയപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ ഉള്ളിലേക്ക് കയറാനായിട്ട് പാസ് എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കുടയും നമ്മുടെ പ്ലാസ്റ്റിക് കോട്ടുണ്ടല്ലോ 100 രൂപയുടെ, ആ കോട്ടൊക്കെ ഇട്ടാണ് എല്ലാവരും ഉള്ളിലേക്കൊക്കെ കയറുന്നത്. മഴ ആയതുകൊണ്ട് നമുക്ക് മൊട്ടക്കുന്നിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇരുന്ന് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവും ഉണ്ടായിരിക്കും. ഭയങ്കര മൂടലായിരുന്നു. അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ കിട്ടിയിട്ടില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മഴയാണെങ്കിലും നിറയെ ആൾക്കാരായിരുന്നു. ഈ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാനായിട്ട്. ആ റെഡ് കളറ് നല്ല എടുത്ത് നിൽക്കുവാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കണ്ടോ, നിറയെ ആൾക്കാരുണ്ടേ. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂടാരം പോലെയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മൊട്ടക്കുന്നിൽ വരുമ്പോൾ ചെറുതായിട്ടൊരു മൂടലൊക്കെ ഉള്ളത് നല്ലതാണ്. എന്നാലും നമുക്ക് മഞ്ഞൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല വെയിലത്ത് വന്നാൽ നമ്മൾ ശരിക്കും വെയിൽ കൊണ്ട് ക്ഷീണിച്ചു പോകും. വേറെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. തണലൊന്നും നമുക്കങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ വരുന്നതാണ് നല്ലത്. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. ഒത്തിരി സ്ഥലത്ത് നമുക്ക് നടന്നു പോകാനുണ്ട്. ഞങ്ങൾ പിന്നെ ഒത്തിരി ഒന്നും അങ്ങനെ നടന്ന് കയറിയില്ല. കുറച്ച് ഭാഗത്തൊക്കെ പോയി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടു. മഞ്ഞൊക്കെ കയറി ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരും സിപ്പ് ലൈനെ കൂടെ കയറുന്നില്ലായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. എന്നാൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കയറുമോ എന്നൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം അവിടെ നിന്നായിരുന്നു. ആ സമയത്ത് ആരും കയറിയില്ല കേട്ടോ. അപ്പോൾ താഴെ വരെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറി വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ കയറുമോ എന്ന് നോക്കാമെന്നൊക്കെ ഓർത്ത് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയി. താഴെ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ നമുക്ക് പോകാം.
അങ്ങനെ ഞങ്ങൾ കയാക്കിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇവർ തുഴഞ്ഞൊക്കെ പോകുന്നത് കാണാനായിട്ട്. കുറേ പേരൊക്കെ കയറാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ പോരുവാണ് ചെയ്യുന്നത്. അന്നേരത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒത്തിരി നേരം അവിടെ നിൽക്കണ്ടെന്നോർത്ത്, കുടയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴ പെയ്യുമ്പോൾ പാടല്ലേന്നോർത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ നടക്കുവാണേ. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, മഴയാണേലും നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പോയതിൻ്റെ തലേദിവസം ഒന്നും മഴയില്ലായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചായിരിക്കും എല്ലാവരും വന്നത്, വെയിലായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കും എല്ലാവരും വന്നത്. എനിക്കെന്തായാലും ഭാഗ്യമുണ്ട് കേട്ടോ, സിപ്പ് ലൈനിൽ ഒരു പെങ്കൊച്ച് കയറിയായിരുന്നു. അപ്പം ഞാനത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൊച്ചു പോകുന്നത് കാണാനായിട്ട്. മഴ നന്നായിട്ട് പെയ്ത് തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു, മഴ പെയ്യുന്നത് കൊണ്ട്. അങ്ങനെ വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുവാണേ. നല്ല മഴയായിരുന്നു കേട്ടോ, അന്നേരത്തേക്കും മഴ പെയ്തു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്. മൊട്ടക്കുന്ന് അത്ര നന്നായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട്